നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യക്കാരിൽ പലർക്കും വിദേശ മാധ്യമങ്ങളോ അല്ലെങ്കിൽ വിദേശ സംഘടനകളോ ഒക്കെ പറയുന്ന വാർത്തയും റിപ്പോർട്ടും ഒക്കെ വലിയ വിശ്വാസമാണ്. നമുക്കറിയാം, മുൻകാലങ്ങളിൽ BBC-യും അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് പോലും ഹിൻഡൻബർഗ് ഒക്കെ പറഞ്ഞിട്ടുള്ള ചില റിപ്പോർട്ടുകൾ, വാർത്തകൾ വലിയ തോതിൽ ഇവിടെ ആഘോഷിക്കുന്നുണ്ട്. അത് പറയുന്നതൊക്കെ സത്യമാണ് എന്ന തരത്തിൽ ചിലർ ആഘോഷിക്കാറുണ്ട്, അത് കൊണ്ടു നടക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ആ മാനസികാവസ്ഥയിലേക്ക് വരുന്നത് എന്നറിയില്ല. സായിപ്പ് പറയുന്നത് സത്യമായിരിക്കും, അല്ലെങ്കിൽ അത് വിശ്വസിക്കാവുന്നതാണ് എന്നതാണോ ഇനി മനോനിലവാരം, അല്ലെങ്കിൽ അതാണോ മാനസികാവസ്ഥ എന്നറിയില്ല. എന്തായാലും അങ്ങനെയുള്ളവർക്ക് ഞെട്ടാൻ ഇതാ ഒരു പുതിയ ഒരു വാർത്ത വന്നിരിക്കുകയാണ്. ഒരു വിദേശ ഓൺലൈൻ മാധ്യമം തന്നെയാണ്, ബ്ലിറ്റ്സ് എന്നൊരു മാധ്യമമാണ് ആ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ്, അതായത് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി 2 മക്കളുടെ പിതാവാണെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ബ്ലിറ്റ്സ് ഓൺലൈനിൽ ലേഖനം വന്നിരിക്കുന്നത്. രാഹുൽ ഗാന്ധി അഥവാ രാഹുൽ വിൻസിയുടെ ദുരൂഹമായ ജീവിതവും അവിഹിത ബന്ധങ്ങളും കൊളംബിയൻ മയക്കുമരുന്ന് മാഫിയ തലവൻ്റെ മകളുമായുള്ള ബന്ധത്തിൽ ന്യാക് വിൻസി എന്ന 19കാരനായ ആൺകുട്ടിയും 15കാരിയായ മിനിക് വിൻസി എന്നിങ്ങനെ 2 മക്കളും ഉണ്ടെന്നാണ് ഈ മാധ്യമം ആരോപിക്കുന്നത്. ഒരുപക്ഷെ ഇത് വിവാദമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ വിദേശ ഓൺലൈൻ മാധ്യമം അതിൻ്റെ ടൈം ലൈനിൽ നിന്നോ അല്ലെങ്കിൽ ആ വാർത്തയിൽ നിന്നോ ഈ ലിങ്ക് സഹിതം നീക്കം ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും അതിൻ്റെ ചിത്രങ്ങളും സ്ക്രീൻഷോട്ടും ഒക്കെ ഞങ്ങൾ നിങ്ങളെ കാണിക്കുന്നുണ്ട്. കാര്യം എന്തൊക്കെയായാലും ശരി, രാഹുൽ ഗാന്ധി എന്ന വ്യക്തി ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് പാർട്ടിയുടെ നേതാവുമാണ്. തെളിയിക്കാനാകാത്ത ചില ആരോപണങ്ങളും ചില വസ്തുതകളും സത്യങ്ങളും വെച്ച് ഒരു വിദേശ മാധ്യമം ഇങ്ങനെ കഥകൾ എഴുതുന്നത് ഇന്ത്യക്ക് എന്തായാലും നന്നായിട്ടുള്ള കാര്യമല്ല. രാഷ്ട്രീയമൊക്കെ നമുക്ക് മാറ്റി നിർത്താം. വിദേശത്തെ ഒരു മാധ്യമം നമ്മുടെ ഒരു രാഷ്ട്രീയ നേതാവിനെ പറ്റി, അതും ഇന്ത്യയിൽ നിർണായകമായിട്ടുള്ള ഒരു സ്ഥാനം വഹിക്കുന്ന, അതായത് പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനം അത്ര കുറഞ്ഞ സ്ഥാനമൊന്നുമല്ല, ക്യാബിനറ്റ് റാങ്ക് തന്നെ ഉള്ളൊരു സ്ഥാനമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരാളെ പറ്റി സത്യവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് ഇതിങ്ങനെ പടച്ചുവിടുന്നതെങ്കിൽ തീർച്ചയായിട്ടും സർക്കാരിനോട് പറഞ്ഞു തന്നെ അതിനെതിരെ നടപടിയെടുക്കാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറാവേണ്ടതാണ്. അതിനാൽ ഈ വിഷയത്തിൽ ഏറ്റവും ഉന്നതമായ ഏജൻസികളെ വെച്ച് സർക്കാർ തലത്തിൽ ദേശീയമായും അന്തർദേശീയമായിട്ടുള്ള അന്വേഷണം നടത്തി സത്യം പുറത്തു കൊണ്ടുവരണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരെ ആകാൻ സാധ്യതയുള്ള ആളാണ്. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഭൂതകാലവും ദുരൂഹമായ ജീവിതവും ഉണ്ടെങ്കിൽ ഇതറിയാവുന്ന പല വിദേശ രാജ്യങ്ങളും നാളെ രാഹുലിനെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട് ഇന്ത്യയെ അപകടപ്പെടുത്താൻ സാധ്യതയുണ്ട്. മറിച്ചാണെങ്കിൽ രാഹുൽ ഗാന്ധിയെ ആരോപണ വിമുക്തനാക്കേണ്ട ഉത്തരവാദിത്വവും ഈ മാസികയ്ക്കെതിരെ നിയമ നടപടി എടുക്കേണ്ട ബാധ്യതയും ഒരു രാജ്യമെന്ന നിലയിൽ നമുക്കുണ്ട്. കോൺഗ്രസ്സുകാർ ഇത് ശ്രദ്ധിക്കും എന്ന് കരുതുന്നു. ഇവിടുന്ന് കയറ്റിവിട്ട 18 MP-മാരിൽ ആരെങ്കിലും ഇത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകുകയും ചെയ്യണമെന്ന് ആണ് നമുക്ക് പ്രത്യേകിച്ചും പറയാനുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെ വേണം. കാരണം ഒരു വിദേശ മാധ്യമമാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് സത്യമാണ് എന്ന തരത്തിൽ തന്നെയാണ് പറയുന്നത്. ചിത്രങ്ങളുമൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല പല അവസരത്തിലും രാഹുൽ ഗാന്ധി പല സുന്ദരികളായിട്ടുള്ള വിദേശ വനിതകളുമായിട്ടൊക്കെ ചേർന്ന് നിൽക്കുന്നതും ചില പ്രോഗ്രാം കാണുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഒരു പകുതി എന്തൊക്കെ പറഞ്ഞാലും പകുതി വിദേശിയാണല്ലോ അദ്ദേഹത്തിൻ്റെ രക്തം എന്നത്. അപ്പോൾ അവരുടെ സംസ്കാരത്തിൽ അതൊന്നും അത്ര വലിയ തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല. ആൺപെൺ വ്യത്യാസമില്ലാതെ തന്നെ ഇടപഴകുകയൊക്കെ ചെയ്യാം. അതിനാൽ ആളുകൾ അതിനെ ആ രീതിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ അതെല്ലാം കടന്ന് ആ പടിയും എല്ലാം കടന്നിട്ട് അദ്ദേഹത്തിന് രഹസ്യമായിട്ട് ഒരു ഭാര്യയുണ്ടെന്നും അല്ലെങ്കിൽ ഒരു പങ്കാളി ഉണ്ടെന്നും, അതും കൊളംബിയൻ മയക്കുമരുന്ന് തലവൻ്റെ മകളാണ് ആ ഭാര്യ എന്നത് വരുന്നത്, അത് അത്യന്തം ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. മറ്റേതെങ്കിലും ഒരു വ്യക്തിയിൽ അദ്ദേഹത്തിന് ഒരു ഭാര്യ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഭാവിയിൽ അവർ വിവാഹം കഴിച്ചാലോ ഇതൊന്നും ആരെയും ബാധിക്കുന്ന കാര്യമല്ല. അദ്ദേഹത്തിൻ്റെ ഇഷ്ടം. മറിച്ച് ഒരു പീഡനാരോപണമോ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും ഒരു സ്ത്രീ വന്ന് പരാതിപ്പെടുന്നത് വരെ രാഹുൽ ഗാന്ധിയെ നമുക്ക് കുറ്റപ്പെടുത്താനും പറ്റില്ല. പക്ഷേ ഇതങ്ങനെയല്ല. ഈ കേസിൽ മാസിക ആരോപിക്കുന്നത് കൊളംബിയൻ മാഫിയ തലവൻ്റെ മകളാണ് ഈ പങ്കാളിയെന്നും അവരിൽ ആണും ഒരു പെണ്ണുമായിട്ട് 2 കുട്ടികൾ ഉണ്ട് എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. എല്ലാ വിദേശ മാധ്യമങ്ങളിലൂടെയും പടച്ചുവിടുന്ന ചില വാർത്തകളും റിപ്പോർട്ടുകളുമൊക്കെ മണിക്കൂറുകളോളം ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യുന്ന ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ വാർത്ത കണ്ടിട്ടും എന്തുകൊണ്ടാണത് ചർച്ച ചെയ്യാത്തത് എന്നത് വളരെ കൗതുകത്തോടെ മാത്രമേ കാണാൻ പറ്റൂ. സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു വിദേശ മാധ്യമമോ ഒരു സംഘടനയൊക്കെ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ പടച്ചു വിട്ടാൽ അതിൽ തൂങ്ങി ഊഞ്ഞാലാടാൻ ഒട്ടും മടിയില്ലാത്തവരാണ്. ആ ഒരു വിഷയമെടുത്ത് ഒരാഴ്ച പോലും ചർച്ച ചെയ്യാൻ മടിയില്ലാത്ത ഇവിടെയുള്ള മനോരമയും ഏഷ്യാനെറ്റും മാതൃഭൂമിയും അടക്കമുള്ള എല്ലാ മാധ്യമങ്ങളെയും ചേർത്ത് തന്നെ പറയുന്നു. എന്തുകൊണ്ടാണ് ഒരു വിദേശ മാധ്യമം
ഇങ്ങനെ ഒരു ആരോപണവും ചിത്രങ്ങളുമായിട്ട് വന്നിട്ടും നിങ്ങൾ എന്തേ മിണ്ടാത്തത് എന്ന് മാത്രമേ ഇവിടെ ആളുകൾക്ക് ചോദിക്കാനുള്ളൂ.